അടുത്ത ആഴ്ച വക്കീലിനൊക്കെ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ല. കിടപ്പുണ്ട സൂചി 2 ലക്ഷം എനിക്ക് തരാൻ. ഇതിനൊക്കെ ഇങ്ങനെ ചാവണ്ടവനല്ല, നാട്ടുകാരുടെ അടി കൊണ്ട് ചാവണ്ടവനാണ് നിനക്ക്. പെട്ടെന്ന് ശരിക്കും പറ്റിയത്. അതെ, നിങ്ങൾ ചോദിക്കാതെ ഞാൻ ചോദിക്കണം. ഈ വീട് സ്ഥലം എൻ്റെ പേർക്ക് എഴുതുന്ന കാര്യമൊന്നും അച്ഛൻ പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി അല്ലച്ചാ, ഇനി അതിനെപ്പറ്റി ഒന്ന് അച്ഛനൊന്ന് ആലോചിച്ചൂടെ? ആലോചിക്കുമ്പോ അച്ഛൻ മോനെ അറിയിക്കാം കേട്ടാ. ഇപ്പൊ മുമ്പ് പോയി ചായ കുടിക്കും, ഇല്ലേ ചായ ആറും. എന്നാ ഈ കാക്കകൾക്ക് ഇങ്ങനെ വായിക്കരുത്, ഇന്ന നേരം കിട്ടുവാൻ. എന്റെ ദൈവമേ, നീ ഇത്രോട്ട് എന്റെ പ്രാർത്ഥന കേട്ടാ. അപ്പൊ ഇതാണ് ശരിക്കും നടന്നത്. എന്ത് നല്ല മനുഷ്യനായിരുന്നു. കിടക്കണ കിടപ്പണ്ടില്ല. അതേ മോനെ, പാക്കരേട്ടന് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അതല്ല ഇനി എന്റെ തലയിലായിരിക്കുമെന്നായിരിക്കുമല്ലേ. അതെല്ലാം അങ്ങേരെന്നെ നേരത്തെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ഈ മരണം മുൻകൂട്ടി കണ്ട പോലെ. ഹലോ യൂട്യൂബർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ അപ്പാപ്പന്റെ ഒറ്റ സുഹൃത്തായ പാക്കരമാവന്റെ മരണത്തിലാണ്. ചേച്ചി 2 പേർ ഗായ്സ്, ഞാൻ ഇവിടുത്തെ മുന്നേ ആംബുലൻസ് പോയിരുന്നു ഗായ്സ്. കുഴപ്പമില്ല, എന്റെ അപ്പം മരിക്കുമ്പോ ആംബുലൻസ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ പോകുന്നു. എന്നാ പറ്റിയതാണോ മോനെ? ഇന്നലെയും കൂടി കണ്ടതാ. എന്തൊരു ചുരുക്കായിരുന്നു. എന്നെ പറ്റിയാണ് എന്റെ പാക്കരേട്ടാ. ഇന്നലെയും കൂടി കണ്ടതല്ലോ. അയ്യോ മോനെ, മുക്കി ആശിന്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. പാക്കരേട്ടൻ ഇന്നലെ കണ്ടപ്പോ കുറച്ച് ക്യാഷ് വന്നിട്ടുണ്ടായി. അത് ഞാൻ മോനെ തരാം. മോന്റെ ആവശ്യങ്ങളൊക്കെ നടക്കട്ടെ. രാവിലെ ചായയും കറിയും കഴിച്ചതിന്റെ 50 രൂപ, ഉച്ചക്ക് ചോറ് സാമ്പാറും കൂട്ടിയതിന്റെ 50 രൂപ, മൊത്തം 100 രൂപ. പാക്കരൻ ചേട്ടന്റെ കൂട്ടുകാരനാണ്. അതെ മോനെ, അച്ഛന്റെ വിൽപ്പത്ര പ്രകാരം ഈ വീടും സ്ഥലവും പറമ്പ് 2 മാർക്ക് വിറ്റി. പിന്നെ അത് വിറ്റ കാശ് വെച്ച് അച്ഛന്റെ കടങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ മോനെ വിശ്വാസമില്ലാത്തോണ്ട് ആ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തോളാം. മോൻ വിഷമിക്കണ്ട. മോന് വേണ്ടി അച്ഛൻ ഒരു വലിയ സ്ഥലം തന്നെ മോന്റെ പേരിൽ എഴുതി വെച്ചിട്ടാണ് അച്ഛൻ പോയേക്കണം. സന്തോഷിപ്പിക്ക. പിന്നെ മോനെ, അച്ഛൻ ഒരു കാര്യം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് നീ ഒരു ഒപ്പിടണം. അച്ഛൻ്റെ ബോഡിയും മെഡിക്കൽ കോളേജുകാർക്ക് എഴുതി വെച്ചെടുത്ത് മോൻ്റെ ഈ പേപ്പറിലൊരു സൈൻ ഇട്ടെന്നെ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ അച്ഛൻ്റെ ബോഡി അവർ കൊണ്ടുപോകും. വായിച്ചൊന്നും നോക്കണ്ട ആക്കളെ. ഈ നമ്പ്യാരൊക്കെ കള്ളമൊന്നും പറയാനൊന്നുമില്ല. അവിടെ ഒപ്പിടുവെക്കളെ. താങ്ക്സ്. ഇതാ മക്കളെ, ഇത് മോൻ്റെ ഭൂമിയുടെ ഒറിജിനൽ ആധാരവും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. ഇനി കുറച്ച് കാലത്തേക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല. പോലെ വക്കീലേ, പോട്ടെ.
അച്ഛൻ മകന് വേണ്ടി കൊടുത്ത സ്ഥലം കൊള്ളാം. അതെ, ഇതൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടണം എന്താന്ന് വെച്ചാൽ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കിട്ടണം എന്താന്ന് വെച്ചാൽ അങ്ങനെ എഴുതി മേടിച്ചിട്ട് അച്ഛൻ്റെ വഴിയില്ല അല്ല വൃദ്ധസനത്തിൽ എങ്ങാടെങ്കിലും കൊണ്ടേക്കണം. എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ ജീവനോട് ഇരുന്നപ്പോ എന്നെ കൊല്ലാൻ നോക്കിയവളാണ്. ഇപ്പൊ അവൾക്ക് എന്റെ സ്വത്ത് വേണം നോക്കിയിരുന്നു. ഇപ്പൊ തരാ ആ വകയിലെ നമ്മുടെ പ്ലാനൊക്കെ ഓക്കെയല്ലേ? ഓ എന്റെ പകരോയി, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നടന്നിട്ടുണ്ടാവും. എന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പിന്നെ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാനൊരു സാധനം തരാം. ഇതാണ് സാധനം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണം? എങ്ങനെയാണ് പരിപാടി ഇറങ്ങണേക്കാളും മുന്നേ ജസ്റ്റ് ഒന്ന് മണക്കാം. 2-3 മണിക്കൂറത്തേക്കുള്ള ഉണ്ട്. ഓക്കെ, വക്കീലെ നമ്പാലോ അല്ലേ? നമ്പ്യാരാൻ വക്കീല നമ്പാടും. ഓക്കെ, എന്താ ചെയ്യുന്നത് കാണാം. നമുക്ക് അവിടെ കാണാം. ഹലോ ഗായ്സ്, ഞാൻ ജില്ലയിൽ വന്നിരിക്കുന്ന ഗോവയിലാണ്.